ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് 111ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ഗ്രാറ്റിറ്റ്യൂഡും പണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കറിയാം, ലൈഫിൽ നമുക്ക് ആവശ്യമായി വരുന്ന ഒരു പ്രധാന വസ്തുവാണ് പണം എന്നത്, അല്ലേ? അതെല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ പണത്തിന്റെ കുറവുണ്ടാകുമ്പോഴോ അഭാവം ഉണ്ടാകുമ്പോഴോ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കുണ്ടാകുന്ന ചില വികാരങ്ങൾ, അതിപ്പോ സങ്കടമാണെങ്കിലും നിരാശ, സംശയം, വെറുപ്പ്, അസൂയ, അതുമല്ല നമുക്ക് പണത്തോടുള്ള ഭയം, ഇതൊന്നിനും നമ്മളിലേക്ക് കൂടുതലായിട്ട് പണം എത്തിക്കാനാകില്ല എന്നതാണ്. കാരണം ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ കയ്യിലുള്ള പണത്തോട് നന്ദി ഇല്ലാതെയാകുമ്പോഴാണ് ഇത്തരം വികാരങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ മണി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്സുകൾ ഉണ്ടാക്കുന്ന, നമ്മളെ സമ്പത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന നമ്മളുടെ തന്നെ ചില തെറ്റായ വികാരങ്ങളാണ് ഇവയൊക്കെ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ ഇമോഷൻസുകളെ എല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്നും അകറ്റി നിർത്താനും ഒപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്നതിലൂടെ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ നമ്മളിലേക്കുള്ള മണി ബ്ലോക്സിനെ നീക്കി പണത്തെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന തരത്തിൽ നമ്മളുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന, എത്ര വലുതും ചെറുതുമായിട്ടുള്ള മണി ബ്ലോക്സുകളെയും നീക്കാൻ കഴിയുന്ന ഒരു മാജിക് മണി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും ചെയ്യാറുള്ള ചില കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് പലപ്പോഴും പണത്തെക്കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പരാതി, നിരാശ, ചിലപ്പോൾ സാധനങ്ങളുടെ വിലയെക്കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ, നമ്മളെക്കാൾ പണമുള്ളവരോട് ചിലപ്പോൾ അകാരണമായിട്ട് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാകാം, അല്ലെ? അപ്പൊ ഇവയൊന്നും ഒരിക്കലും ജീവിതത്തിൽ നമ്മളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, കുറച്ചും കൂടെ വഷളാക്കി മാറ്റിയുള്ളൂ. അപ്പൊ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പൊ നിങ്ങളുടെ സാഹചര്യം, ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയായാലും അതിനിവിടെ വിഷയമില്ല, പ്രസക്തിയില്ല. നിങ്ങളുടെ സാഹചര്യത്തെ മനഃപൂർവ്വം മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞ് പകരം നിങ്ങൾ ഇന്ന് വരെയും ഉള്ള പണത്തോട് നന്ദി ഉള്ളവരായി മാറുക. അപ്പോൾ ജീവിതത്തിൽ ധനം അല്ലെങ്കിൽ വെൽത്ത് അല്ലെങ്കിൽ മണി നമുക്ക് സമൃദ്ധമായി വർദ്ധിക്കുന്നു. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പണത്തിന്റെ ഒരു ഫ്ലോ വേണം എന്നുള്ളപ്പോൾ, അല്ലെങ്കിൽ കുറച്ചും കൂടെ മണി ബ്ലോക്സുകളെ മാറ്റി സ്മൂത്ത് ആയിട്ട് മണി ഫ്ലോ ഉണ്ടാക്കണമെന്നും മണി ബ്ലോക്സുകൾ മാറായി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാകണമെന്നും, അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റ് ചെയ്യുന്നവർക്കും പണത്തെ ശരിയായി എങ്ങനെ നോക്കിക്കാണണമെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തവർക്കും ഒരു പെർഫെക്റ്റ് മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കും, മണി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് എങ്ങനെ പ്രോപ്പറായി ചെയ്യണം എന്നറിയാത്തവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം വലിയ എഫേർട്ട് ഒന്നും ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ആണിത്. നമുക്ക് അറിയാം, ഭൂരിഭാഗം പേർക്കും പണം ഒരു ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്, അല്ലെ? പ്രത്യേകിച്ചും ഈ ആവശ്യത്തിന് പണം ഇല്ലാത്ത ആളുകൾക്ക്. അപ്പൊ ഇവിടെ നമ്മൾ 2 തരത്തിലുള്ള പ്രാക്ടീസാണ് അതുകൊണ്ട് തന്നെ കൊടുക്കുന്നത്. ഈ ഒരു പ്രാക്ടീസ് ചെയ്തു തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ദിവസത്തിലെ ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയുന്ന ഒരു സമയത്തെ ചൂസ് ചെയ്തെടുക്കുക. നമ്മൾ അവിടെ സമാധാനമായിട്ട് മറ്റു ചിന്തകൾ നമ്മളെ അലട്ടാതിരിക്കുന്ന ഒരു സമയം പെർഫെക്റ്റ് ആയിട്ട് ഇതിനു വേണ്ടി ചൂസ് ചെയ്തെടുക്കുക എന്നേ ഉള്ളൂ. ഇത് മാത്രമാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ആ ഒരു ടൈം നിങ്ങൾ കുറച്ച് സമയം ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ പണം സമ്പാദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഒരു ലൈഫ് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾ പണം സമ്പാദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ കുട്ടിക്കാലം, നിങ്ങളുടെ യൗവനം, അതിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. അവിടെ നിങ്ങൾക്ക് ലഭിച്ച പണം, അല്ലെങ്കിൽ നിങ്ങൾ പണം കൊണ്ട് നേടിയ ഓരോ സന്ദർഭങ്ങളും ഓർമ്മിച്ചു നോക്കുക. ആ ഓരോ ഓർമ്മകൾക്കും നന്ദി കൂടെ പറയുക. ജസ്റ്റ് ഇപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് കഴിക്കാൻ ഭക്ഷണം കിട്ടിയിരുന്നോ? നിങ്ങളുടെ വിശപ്പ് മാറാൻ കഴിയുന്നത്ര ആഹാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ സ്വന്തമായിട്ടോ അല്ലാതെയോ ഒരു വീടുണ്ടായിട്ടുണ്ടോ? വർഷങ്ങളോളം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നോ? ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സ്കൂളിൽ പോയിരുന്നത്?
നിങ്ങൾക്ക് അവധി ദിവസങ്ങളൊക്കെ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ചെറുതെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്കിപ്പോൾ സുഖമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ കെയർ, ഒരു ഡോക്ടറുടെയോ ഒക്കെ സേവനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഒരു മരുന്ന് വാങ്ങി കഴിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലെ, ഡെയിലി വേണ്ടുന്ന ഈ സോപ്പ്, പൗഡർ, പേസ്റ്റ്, ബ്രഷ്, ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? സ്വന്തമല്ലെങ്കിലും ഏതെങ്കിലും ഒരു വാഹനത്തിൽ യാത്ര ചെയ്തു പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് TV പ്രോഗ്രാം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വെള്ളം, ഇതൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ലഭിച്ചിരുന്നുണ്ടോ? എല്ലാം ഒന്ന് കണ്ണോടിച്ച് നോക്കുക. കാരണം ഇതിനൊക്കെ പണം ചെലവാകുന്നതാണല്ലേ. നിങ്ങൾ അതൊക്കെ 1 രൂപ പോലും നൽകാതെ ആയിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക. നമ്മുടെ കുട്ടിക്കാലത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ യൗവനത്തിലൂടെ ഒക്കെ ഇങ്ങനെയൊന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് നേടിയ എത്രയോ കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിരുന്നു എന്ന്. ആ ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകും അല്ലേ. ഈ ഓരോ സന്ദർഭത്തിനും ഓരോ ഓർമ്മയ്ക്കും നിങ്ങൾ മനസ്സുകൊണ്ട് നന്ദി പറയുക. അതാണ് ഈ പ്രാക്ടീസിന്റെ ഫസ്റ്റ് സ്റ്റേജ്. കാരണം നമ്മളുടെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തോട് നമ്മൾക്ക് സിൻസിയറായിട്ട് നന്ദി പറയാൻ കഴിയുന്നതിലൂടെ വളരെ വലിയൊരു മണി ബ്ലോക്സ് ആണ് നമ്മുടെ ഉള്ളിൽ നിന്നും മാറിപ്പോകുന്നത്. നമ്മൾ കൂടുതലും കംപ്ലൈൻസുകളെ ആയിരിക്കും ഓർത്തിരിക്കുന്നത് അല്ലേ. പക്ഷെ കിട്ടിയ കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആവുക, ഉള്ളതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ആ കിട്ടിയ ബെനിഫിറ്റുകളെ, നല്ല കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിന് നന്ദി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ മണി ബ്ലോക്സുകളെ മാറ്റുകയും ഭാവിയിൽ നിങ്ങൾക്ക് മാജിക്കലായിട്ട് ഒരു മണി ഫ്ലോ ഉണ്ടാകാനും സഹായിക്കും. കാരണം ഇത് യൂണിവേഴ്സ് നൽകുന്ന ഒരു ഉറപ്പാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ലാംഗ്വേജ് എന്ന് പറയാം. യൂണിവേഴ്സിലേക്കുള്ള നമ്മുടെ ഏറ്റവും ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഗ്രാറ്റിറ്റ്യൂഡ്. തടസ്സങ്ങളെ മാറ്റാൻ, മണി ബ്ലോക്സുകളെ മാറ്റാനുള്ള കീ ആണ്, താക്കോലാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നത്. അപ്പൊ ഇങ്ങനെ മനസ്സാൽ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കറൻസി നോട്ട് എടുക്കാം. രണ്ടാമത്തെ പ്രാക്ടീസ് അതാണ്. നിങ്ങൾ ഒരു കറൻസി നോട്ട് എടുക്കുക. 5-ന്റെയോ 10-ന്റെയോ അങ്ങനെ ചെറിയ ഏതെങ്കിലും ഒരു നോട്ട് എടുത്താൽ മതി. വലിയ വലിയ നോട്ടുകൾ എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി അതിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സ്റ്റിക്കി നോട്ട് വെച്ച് എഴുതി ഒട്ടിക്കാം, അല്ലെങ്കിൽ ആ നോട്ടിൽ തന്നെ എഴുതാം. എഴുതേണ്ട വാചകം ഇതാണ്: എന്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. എന്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി. ഇതാണ് അതിൽ എഴുതി വെക്കേണ്ടത്. അപ്പൊ എന്താണ്, നമ്മൾ ഈ ഒരു ഓർമ്മകൾ അല്ലെ, ഓർമ്മകൾക്ക് നന്ദി പറഞ്ഞതിന് ശേഷം അതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ഒരു നോട്ടെടുത്ത് ആ നോട്ടിൽ ഈ ഒരു കാര്യം എഴുതി ഒട്ടിക്കുന്നത്. ഇത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഫീൽ ചെയ്ത് വേണം എഴുതാൻ. ഇത് നിങ്ങളുടെ ഒരു മാജിക് കറൻസി ആണെന്ന് നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കുക അല്ലെ. അപ്പൊ ഈ മാജിക് കറൻസിയെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ പോക്കറ്റിലോ ഒക്കെ ഇതിനെ എടുത്ത് സൂക്ഷിച്ചു വെക്കാം. അപ്പം ഇത് ഇനി സൂക്ഷിച്ചു വെച്ച കറൻസി എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് എഴുതിയ ദിവസം തന്നെ അത് വീണ്ടും നിങ്ങൾക്ക് പേഴ്സിൽ നിന്ന് എടുക്കാം. നിങ്ങൾ രാവിലെയാണ് ഇത് എഴുതി വെച്ചെങ്കിൽ ഉച്ചയ്ക്കോ രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ എപ്പോഴെങ്കിലും ഒരു തവണ കൂടെ ഇതിനെ ഒന്ന് എടുക്കാം. രാത്രിയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എഴുതി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് പേഴ്സിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടെ അത് എടുക്കുക. എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൽ എഴുതിയ വാക്കുകൾ വായിച്ച് ജീവിതത്തിൽ ഇന്ന് ലഭിച്ചിട്ടുള്ള ധനസമൃദ്ധിക്ക് മനസ്സുകൊണ്ട് ഫീൽ ചെയ്ത് ഒന്നുകൂടെ നന്ദി പറഞ്ഞിട്ട് തിരികെ വയ്ക്കാം. ഇതിനുശേഷം എന്നും ഈ മാജിക് കറൻസി എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. കാരണം ഓരോ ദിവസവും നമ്മളെടുത്ത് ഇന്ന് വരെ ഉണ്ടായ നിങ്ങളുടെ പണത്തിന് അവിടെ നന്ദി പറഞ്ഞു പോവുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് മണിക്ക് അവിടെ ഗ്രേറ്റ്ഫുൾ ആവുകയാണ് ഈ ഒരു പ്രാക്ടീസിലൂടെ ചെയ്യുന്നത്. ഈ വാക്കുകളെ നിങ്ങൾക്ക് എത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറയാനാകുമോ, എത്രയും ഉൾക്കൊള്ളാനാകുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നതാണ്. ഇന്നിപ്പോ നമുക്ക് പറയാനാകില്ലല്ലേ ഇനി എന്താണ് ഭാവിയിൽ എന്ത് വർധനയാണ് ഉണ്ടാകുന്നതെന്ന്. പക്ഷെ
അതിനനുകൂലമായ സാഹചര്യങ്ങൾ, സാധ്യതകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നത് നമുക്ക് അറിയാൻ കഴിയും. കാരണം എന്താന്ന് വെച്ചാൽ പണത്തോടുള്ള സമൃദ്ധമായ നന്ദിയാണ് സമൃദ്ധമായ പണത്തിന് തുല്യം. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പ്രാക്ടീസ്. പിന്നെ ഒരു കാര്യം ഇവിടെ എനിക്ക് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ചിന്ത കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ ഒക്കെ മണി റിലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ഫീലിങ്സ് വരാം. ഇപ്പൊ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ കൃത്യമായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിച്ച പ്രോഫിറ്റ് കിട്ടാതെ വരുമ്പോൾ, ബിസിനസ്സിൽ ചില നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ച വിലയ്ക്ക് ഒരു സാധനം വിൽക്കാൻ കഴിയാതെ വരുമ്പോൾ, ഇനി നിങ്ങൾ ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ കൃത്യമായി നിങ്ങൾ ആഗ്രഹിച്ച ശമ്പളം ലഭിക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഇൻക്രിമെന്റോ ശമ്പള വർധനവോ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാതെ വരുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് ഫീലിങ്സ് ഉണ്ടാകാം, പരാതികൾ ഉണ്ടാകാം, അല്ലേ? ആ സമയത്ത് നിങ്ങൾ നിങ്ങളോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഈ ഒരു ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ എന്നത്. കാരണം ഈ ചിന്താഗതി ഉണ്ടല്ലോ, ഈ ഒരു ചിന്താഗതി മണി ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ആ മണി ഫ്ലോ സ്ലോ ആക്കി മാറ്റാനോ ഉള്ള ഒരു കഴിവുള്ള ചിന്താഗതിയാണിത്. അതുപോലെ ഇനി മുതൽ എപ്പോഴൊക്കെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴൊക്കെ മണി റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് നിങ്ങൾക്ക് മണി ലഭിക്കുന്ന അവസരങ്ങളിലോ നിങ്ങൾ പണത്തെ കൊടുക്കുന്ന അവസരങ്ങളിലോ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. പണം സ്വീകരിക്കുമ്പോഴും നൽകുമ്പോഴും ആത്മാർത്ഥമായി പണത്തിന് നന്ദി പറയുന്നത് പണം വർദ്ധിപ്പിക്കാനും അത് ഇരട്ടിയാക്കാനും ഇടയാക്കുന്നു എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എത്ര വലുതും ചെറുതുമായിട്ടുള്ള മണി റിലേറ്റഡ് ബ്ലോക്സിനെയും ഈ ഒരു ഡെയിലി പ്രാക്ടീസിലൂടെ ഇല്ലാതാക്കാനും കഴിയുന്നതാണ്. കാരണം വേൾഡ് വൈഡ് ആയിട്ട് മില്യൺ കണക്കിന് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുള്ളൊരു പ്രൂവൺ മെത്തേഡ് കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.